വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആപ്പിളിൻ്റെ ഇവൻ്റ് ആയിരുന്നു. ഇന്നലെ ആപ്പിളിൻ്റെ ഐഫോൺ എല്ലാം റിലീസ് ചെയ്യുന്ന ഇവൻ്റ് ആയിരുന്നു. സോ അതിനെക്കുറിച്ച് നമുക്കൊരു ഓവറോൾ ലുക്ക് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നേക്കുന്നത്. ഇന്നത്തെ ഈ ഇവൻറ്റിൽ അവർ റിലീസ് ചെയ്തേക്കുന്നത് ആപ്പിൾ വാച്ച് 10, ആപ്പിൾ വാച്ച് അൾട്ര 2യുടെ കുറച്ച് ന്യൂ ഡിസൈൻസും കളർ വേരിയൻ്റ് കാര്യങ്ങളൊക്കെയാണ്. പുതിയൊരു എയർപോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എയർപോഡ് പ്രോനകത്ത് കുറച്ച് ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എയർപോഡ് പ്രോ മാക്സിനകത്ത് അതിൻ്റെ കളർ വേരിയൻറ്റും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഐഫോണിൻ്റെ 4 വേരിയൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഐഫോൺ 16 പ്ലസ്, പിന്നെ 16 പ്രോ, 16 പ്രോ മാക്സ്, അങ്ങനെ 4 വേരിയൻസ് ആണ് ഇതിനകത്ത് തോന്നുന്നത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. ഓക്കെ, ആപ്പിളിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം 16ഉം 16 പ്രോയും റിലീസ് ചെയ്തു വിത്ത് ബിൽറ്റ് ഇൻ ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന AI ഫീച്ചേഴ്സോടുകൂടി. മാത്രമല്ല ആപ്പിൾ വാച്ച് സീരീസ് 10ഉം എയർപോഡ് 4ഉം ഇതാണ് ന്യൂ ഡിവൈസസ്. 4 കാറ്റഗറിയിലുള്ള ഡിവൈസസ് വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ ആപ്പിൾ വാച്ച് അൾട്ര 2 ഇത് ഓൾറെഡി റിലീസ്ഡാണ്. ആൻഡ് ആൾസോ എയർപോഡ് മാക്സ് എന്ന് പറയുന്ന ഇതും ഓൾറെഡി ഇൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ അതിനകത്ത് ന്യൂ ഫ്രഷ് ലുക്സും കളേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വാച്ചിലോട്ട് കിടക്കാം. വാച്ചിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ആപ്പിൾ വാച്ച് സീരീസ് 10ഉം ആപ്പിൾ വാച്ച് അൾട്രയുടെ ന്യൂ കളർ എന്നും പറഞ്ഞിട്ട്. ആപ്പിൾ വാച്ച് സീരീസ് 10 എന്ന് പറയുന്നത് ഏറ്റവും തിന്നസ്റ്റ് ബെസലാണെന്നാണ് പറയുന്നത്. ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടതിനകത്തൊരു ബ്ലാക്ക് ഫിനിഷ്. ഇതുവരെയൊക്കെ അങ്ങനെ കുറച്ച് നാളായിട്ട് ബ്ലാക്ക് ഫിനിഷിലൊരു ഇത് വന്നിട്ടില്ലായിരുന്നു, കളർ വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഇത് നല്ലൊരു ബ്ലാക്ക് കളറിലൊരു ഇത് വന്നിട്ടുണ്ട്. അതിൻ്റെ ടെക് സ്പെക്കിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ജെറ്റ് ബ്ലാക്ക് എന്നാണ് അതിന് പറയുന്ന അലുമിനിയം കേസിലും ടൈറ്റാനിയം കേസിലുമാണ് വന്നേക്കുന്നത്. 46mm ആൻഡ് 42mm ഈ 2 സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഹാർഡ്വെയർ ഇതൊക്കെ സാധാരണ ഇത് വരുന്ന പോലെ തന്നെ, അതിനകത്ത് വലിയൊരു വ്യത്യാസങ്ങളൊന്നുമില്ല. ചിപ്സെറ്റ് S10 സെറ്റാണ്. 64GB കപ്പാസിറ്റി ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് ഏകദേശം വരുന്നത് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന, ഇപ്പോൾ അവൈലബിൾ അല്ല, സെപ്റ്റംബർ 20th അവൈലബിൾ ആവുള്ളൂ. പക്ഷെ നമുക്ക് പ്രീ ഓർഡർ ചെയ്യാം. ഇത് അലുമിനിയം കേസ് സ്റ്റാർട്ടിങ് ഫ്രം 46,900. മറ്റത് വിത്ത് GPS കംസ് വിത്ത് ടൈറ്റാനിയം കംസ് വിത്ത് GPS ആൻഡ് സെല്ലുലാർ ആണ്. അത് 79,900 ആണ് കാണിക്കുന്നത്. ആപ്പിൾ വാച്ച് സീരീസ് 10 തിന്നസ്റ്റ് എവർ ആപ്പിൾ വാച്ച് ആണ്. ബിഗ്ഗസ്റ്റ് ഡിസ്പ്ലേ ആണ്. 18 hours ബാറ്ററി ലൈഫ് ഉണ്ട്. വെബ് ടാപ്പ് ആൻഡ് ടൈറ്റ് ടാപ്പ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് നമുക്ക് ആപ്പിൾ വാച്ച് അൾട്രയിൽ കാര്യമായിട്ടൊന്നുമില്ല. അൾട്ര ഓൾറെഡി ഉള്ളതാണ്. ഇതിന് വാച്ച് സ്ട്രാപ്പ് വന്നിട്ടുണ്ട്. ബ്ലാക്ക് ടൈറ്റാനിയം, ഗ്രേഡ് 5 ബ്ലാക്ക് ടൈറ്റാനിയം, അങ്ങനെ കുറച്ച് ഓഫ്ലൈൻ മാപ്സ്, കാർബൺ ന്യൂട്രലായിരിക്കും, 300 nitsൻ്റെ ബ്രൈറ്റ്നെസ്, പിന്നെ മോസ്റ്റ് ആക്യുറേറ്റ് GPS. നെക്സ്റ്റ് നമുക്ക് പറയുന്നത് എയർപോഡ്സ് ആണ്. എയർപോഡ്സിൽ പുതിയൊരു എയർപോഡ് 4 ഇറക്കിയിട്ടുണ്ട്. എയർപോഡ് 4 അത് 2 വേരിയൻ്റ് ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. എയർപോഡ് 4ഉം എയർപോഡ് 4 വിത്ത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉള്ളതും. പക്ഷേ ഇതങ്ങനെ ഒരു ഡിഫറെൻറ്റ് വേരിയൻറ്റിൽ ഇതൊക്കെ ഒരു എല്ലാത്തിനകത്തും വരുന്നതാണ്. അതിനി വേറെ ഒരു സെപ്പറേറ്റ് പ്രൈസ് പോയിന്റിൽ ഇറക്കണമെന്ന് ചോദിച്ചാൽ അറിയില്ല. H2 ന്യൂ ചിപ്പ് അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ബെസ്റ്റ് ഫിറ്റിംഗ് എയർപോഡ്സ് എവർ എന്നാണ് പറയുന്നത്. പിന്നെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ, ഫോഴ്സ് സെൻസേഴ്സ്, ട്രാൻസ്പെറൻസി, 30 hours ഓഫ് ബാറ്ററി ലൈഫ് വിത്ത് കേസ്, പേഴ്സണലൈസ്ഡ് സ്പൈറൽ ഓഡിയോ, വോയിസ് ഐസൊലേഷൻ, കേസ് സ്പീക്കർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എഫോർട്ട്ലെസ് ആപ്പിൾ സിലിക്കൻ്റെ H2 എന്ന് പറയുന്ന ചിപ്പ് സെറ്റാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ എയർപോഡ് പ്രോ 2 അതിനകത്ത് കുറച്ച് ഫീച്ചേഴ്സ് അധികം ആഡ് ചെയ്തിട്ടുണ്ട്. എടുത്ത് പറയേണ്ട ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഹിയറിംഗ് എയ്ഡായിട്ട് യൂസ് ചെയ്യാമെന്ന് ക്ലിനിക്കലി ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഹിയറിംഗ് എയ്ഡായിട്ട് ഇത് യൂസ് ചെയ്യാമെന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ടായിരുന്നു. എയർപോഡ് മാക്സിനകത്ത് ഓൾറെഡി ഉള്ളതാണ്. ടൈപ്പ് സിയിലോട്ട് ഇതായിട്ടുണ്ട്. പിന്നെ കുറച്ച് കളർ വേരിയൻറ്റും കാര്യങ്ങളെല്ലാം അതായത് ഈ കാണുന്നതൊക്കെയാണ് അതിൻ്റെ കളേഴ്സും കാര്യങ്ങളൊക്കെ. പുതിയ എയർപോഡ് എന്ന് പറയുന്നത് എയർപോഡ് 4 ആണ്. അതിൻ്റെ പ്രൈസ് പ്രീ ഓർഡർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് എയർപോഡ് 4ന് 12,900. അതിന് നോയ്സ് ക്യാൻസലേഷൻ ഉള്ളതിനാണെങ്കിൽ 17,900. ഇതെല്ലാം അവൈലബിൾ ആവുന്ന സെപ്റ്റംബർ 20th. പിന്നെ ഇതിൽ എൻഗ്രേവിംഗ് ഒക്കെ നമുക്ക് ചെയ്ത് കിട്ടും. എൻഗ്രേവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബോക്സിൻ്റെ പുറകിലൊക്കെ നമുക്ക് പേരും കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റുന്നൊരു ഇതാണ്. അത് ആപ്പിൾ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ മാത്രമേ
കിട്ടുള്ളൂ. നല്ല ഇപ്പോൾ ആമസോൺ അങ്ങനത്തെ ഇതിനെ വാങ്ങിക്കുമ്പോൾ അത് കിട്ടില്ല. നെക്സ്റ്റ് നമുക്ക് ഐഫോണിലോട്ട് കിടക്കാം. ഐഫോണിൻ്റെ പേജ് തുറക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കാണാൻ പറ്റും, നമുക്ക് ഡിസൈൻ ടു ബി ലൗഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇതിനകത്തുള്ള മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡെഡിക്കേറ്റഡ് ബട്ടൺ ഇവിടെ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് പ്രസ് ചെയ്തും ക്യാമറ ഓപ്പൺ ആവുന്നു. 78,000 ആണ് ഇതിൻ്റെ അവൈലബിൾ പ്രൈസ് ഇന്ത്യയിൽ കാണിക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞാൽ ആപ്പിൾ ഇൻ്റലിജൻസ് ഇൻബിൽഡായിട്ട് വരുന്നുണ്ട്. ആപ്പിൾ ഇൻ്റലിജൻസ്, ക്യാമറയ്ക്കുള്ളൊരു ഡെഡിക്കേറ്റഡ് ബട്ടൺ. അപ്പോൾ അത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാലും എന്തായാലൊക്കെ 2x 3x എന്നൊക്കെ പറയുന്നത്, അതായത് ക്യാമറയുടെ ആക്ടിവിറ്റീസ് അതെല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ ചെയ്യാൻ പറ്റും. 1 ടാപ്പിൽ ക്യാമറ ഓപ്പൺ ആവുന്നു. നെക്സ്റ്റ് ഇതിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം, ലോങ് പ്രസ് ചെയ്ത ക്വിക്ക് വീഡിയോസ് എടുക്കാം, അങ്ങനെയുള്ള പല ഫീച്ചേഴ്സ് അതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുള്ള ഒരു ഇതെന്താണെന്ന് വെച്ചാൽ മാക്രോ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്, മാക്രോ ഷോട്ട്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. 0.5x വൈഡ് ആംഗിൾ, 1x 2x ടെലിഫോട്ടോ ആൾസോ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കിതിൻ്റെ ടെക്നിക്കൽ സ്പെക്കിലോട്ടൊന്ന് കിടക്കാം. സോ 2 വേരിയൻറ്റ് 16 and 16+ എന്ന് പറയുന്ന 2 വേരിയൻ്റ് ആണ്. സ്ക്രീൻ സൈസ് 6.1 ആണ് ഇതിനകത്ത്. പക്ഷേ പ്രോ വേരിയൻറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് പറയാം 6.3 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് വിത്ത് 128 GB ആണ് രണ്ടിലും. കളേഴ്സ് ഇതൊക്കെയാണ്. നെക്സ്റ്റ് 6.1 ഇഞ്ചും 6.7 ഇഞ്ചിൻ്റെയും 2 വേരിയൻറ്റ്. ആപ്പിൾ A80 എന്ന് പറയുന്ന ചിപ്പ് സെറ്റാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അതിനകത്ത് 6 കോർ CPU ആൻഡ് 2 പെർഫോമൻസും 2 എഫിഷ്യൻസി കോറുമാണ് യൂസ് ചെയ്തേക്കുന്നത്. 5 കോർ GPU ആൻഡ് 16 കോർ ന്യൂറൽ എഞ്ചിൻ. ഇത്രയും കാര്യങ്ങളാണ്. ഇനി ക്യാമറ സ്പെക്കിനകത്തോട്ട് പോയി കഴിഞ്ഞെന്ന് വെച്ചാൽ 48 മെഗാപിക്സലിൻ്റെ ഒരു ഫ്യൂഷൻ ക്യാമറ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. 26mm ഫോക്കൽ ലെങ്ത്തിൽ f1.6 അപ്പർച്ചറിൽ വരുന്നൊരു ഇതാണ്. ഡിജിറ്റൽ സൂം 10x വരെയൊക്കെ ഉണ്ട്. വലിയ കാര്യമൊന്നുമില്ല. ഡിജിറ്റൽ സൂമൊക്കെ ആകുമ്പോൾ നമ്മുടെ ഇമേജിൻ്റെ ക്വാളിറ്റി മാറും. ഒപ്റ്റിക്കൽ സൂം 2x ആണ് പറയുന്നത്. 4x ഒപ്റ്റിക്കൽ സൂം റേഞ്ച്. ഓക്കെ, സഫയർ ക്രിസ്റ്റൽ ലെൻസ് കവേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ട്രൂ ടോൺ, ഡെപ്ത്, HDR5 ഉണ്ട്. മാക്രോ ഫോട്ടോഗ്രാഫി ഒരു നല്ലൊരു കാര്യമാണ്. പിന്നെ വീഡിയോ റെക്കോർഡിങ്സിൽ വരാണെങ്കിൽ 4K ഡോൾബി വിഷനിൽ 24 to 60 FPS വരേക്ക് ഇതാവാം. 180 ആണെന്നുണ്ടെങ്കിൽ 24-60 FPS വരേക്ക് ചെയ്യാൻ പറ്റുന്നു. മാക്രോ വീഡിയോ റെക്കോർഡിങ്ങും പോസിബിൾ ആണ്. സിനിമാറ്റിക് മോഡുണ്ട്, ആക്ഷൻ മോഡ്, സിനിമാറ്റിക് മോഡുണ്ട്. പക്ഷേ ആക്ഷൻ മോഡിൽ 2.8K ആണ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. നൈറ്റ് മോഡ്, ടൈം ലാപ്സ്, സ്പൈറൽ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. ഡിജിറ്റൽ സൂം അപ് ടു 6x വരേക്ക് ഡിജിറ്റൽ സൂം ഉണ്ട്. ഓക്കെ, ക്വിക്ക് ടൈം വീഡിയോ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ക്യാമറ വിൻഡോയിലാണെന്നുണ്ടെങ്കിലും ഷട്ടർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചെന്ന് വെച്ചാൽ വീഡിയോ റെക്കോർഡ് ആവുന്നതിനാണ് ക്വിക്ക് ടൈം വീഡിയോ എന്ന് പറയുന്നത്. 4K വരേക്ക് അത് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതുവരേക്ക് 180p ഉണ്ടായിരുന്നുള്ളൂ. അത് നല്ലൊരു കാര്യമാണ്. സിനിമാറ്റിക് വീഡിയോ സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ഓക്കെ, വൈൽ റെക്കോർഡിംഗ് 4K റെക്കോർഡ് ചെയ്യുമ്പോൾ 8 മെഗാപിക്സലിലെ ഫോട്ടോ വരെ നമുക്ക് എടുക്കാൻ പറ്റും. USB Type-C ആണ്. മെഗാസേഫ് സപ്പോർട്ടഡ് ആണ്. അതൊക്കെ പിന്നെ പണ്ട് മുതലേ സപ്പോർട്ടഡ് ആണ്. ന്യൂ അൾട്രാ വൈഡ് മാക്രോ ലെൻസ് വന്നേക്കുന്നുണ്ട്. USB Type-C, ഹാർഡ്വെയർ ആക്ടിവേറ്റഡ്. ഓക്കെ, ന്യൂ വൈബ്രൻറ്റ് കളേഴ്സ്, 48 മെഗാപിക്സൽ ഫ്യൂഷൻ ക്യാമറ വിത്ത് 2x ടെലിഫോട്ടോ, A18 ചിപ്പ് സെറ്റ്, ബിഗ് ബൂസ്റ്റ് ഇൻ ബാറ്ററി ലൈഫ്, ക്യാമറ കൺട്രോൾ, ഡൈനാമിക് ഐലാൻഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. മാസീവ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് iPhone 16 Proയിലോട്ട് പോവാം. ഫിനിഷ്. ഇങ്ങനെ 4 ടൈപ്പിലാണ് വരുന്നത്. ബ്ലാക്ക് ടൈറ്റാനിയം, വൈറ്റ് ടൈറ്റാനിയം, ന്യൂട്രൽ ടൈറ്റാനിയം, ഡെസേർട്ട് ടൈറ്റാനിയം. ഡെസേർട്ട് ടൈറ്റാനിയം എന്ന് പറയുന്ന ഒരു ന്യൂ കളറാണെന്ന് തോന്നുന്നു. ഇതുവരെ കണ്ടില്ല. പക്ഷേ ഇതിനകത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും കപ്പാസിറ്റി. പ്രോ വേരിയൻറ്റിന് 128 GB ആണ് സ്റ്റാർട്ടിങ്. ബട്ട് പ്രോ മാക്സ് വേരിയൻറ്റിന് 256 GB ആണ് സ്റ്റാർട്ടിങ്. ഓക്കെ, ആൻഡ് ഹിയർ 6.3 ഡിസ്പ്ലേ ഇൻക്രീസ് ചെയ്യാൻ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചും കൂടി വൈഡറായിട്ടുള്ള
കുറച്ചും കൂടി വലിയ സ്ക്രീനൊക്കെ നമുക്ക് കിട്ടുന്നു. 6.9 ഇഞ്ചും 6.3 ഇഞ്ചുമാണ് ഡയഗണൽ ഡിസ്പ്ലേ ഇത് സൈസ്. ഓക്കെ, A16 Pro എന്ന് പറയുന്ന ചിപ്സെറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് 6 കോർ CPU വിത്ത് 2 പെർഫോമൻസ് ആൻഡ് 2 എഫിഷ്യൻസി കോർ, 6 കോർ GPU, 16 കോർ ന്യൂറൽ എഞ്ചിൻ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അഗൈൻ 48 മെഗാ പിക്സലിൻ്റെ ക്യാമറ, 1.78 അപ്പർച്ചർ. iPhone 16 പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. അഡീഷണലി 12 മെഗാ പിക്സലിൻ്റെ ഒരു 5x ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്. 2.8 അപ്പർച്ചറാണ് വരുന്നത്. 20 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ കിട്ടുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് 5x ഒപ്റ്റിക്കൽ, 2x ഡിജിറ്റൽ സൂം അപ് ടു 25x. മറ്റേത് 10x ആയിരുന്നു, ഇത് 25x ഡിജിറ്റൽ സൂം ഉണ്ട്. ട്രൂ ടോൺ HDR5 അതൊക്കെ അത് തന്നെ. നെക്സ്റ്റ് 48 MP മാക്രോ ഫോട്ടോഗ്രാഫി, ആപ്പിൾ പ്രോ റെസൊല്യൂഷൻ കാര്യങ്ങളെല്ലാം റോയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം. വീഡിയോ റെക്കോർഡിംഗ് വരുമ്പോൾ ഇവിടെയാണ് ചേഞ്ച്. 120 ഫ്രെയിം പെർ സെക്കൻഡ് നമുക്ക് കിട്ടുന്നുണ്ട്. 4K 120 ഫ്രെയിം പെർ സെക്കൻഡ് നമുക്ക് ചെയ്യാം. അതേപോലെ 180 പിക്സലിലും 120 ഫ്രെയിം പെർ സെക്കൻഡ് ഉണ്ട്. സ്പൈറൽ വീഡിയോ റെക്കോർഡിംഗ് അതെല്ലാം വന്നിട്ടുണ്ട്. ലോഗ് വീഡിയോ, ഇതെല്ലാം മാക്രോ വീഡിയോഗ്രാഫി, ഇതെല്ലാം മറ്റേതിൽ പറഞ്ഞതിനാണ്. അതല്ലാതെ ഡിജിറ്റൽ സൂം അപ് ടു 25x നമ്മൾ വായിച്ചല്ലോ. സിനിമാറ്റിക് വീഡിയോ സ്റ്റെബിലൈസേഷൻ 8 MB എന്നാണ് ഇതിനകത്തും വീഡിയോ ഇത് വരുന്നത്. 12 MB ഡെപ്ത് ക്യാമറ. പ്രൈസും കൂടി നോക്കാം. പ്രൈസ് വരുന്നത് പ്രോ വേരിയൻറ്റിന് 1,20,000, 1,19,900. പിന്നെ പ്രോ മാക്സിന് 1,44,900 പ്രൈസ് ഇന്ത്യയിൽ വരുന്നത്. സെപ്റ്റംബർ 13 മുതൽ പ്രീ ഓർഡറിങ് സ്റ്റാർട്ട് ചെയ്യും. അവൈലബിൾ ആവുന്നത് സെപ്റ്റംബർ 20 5x ടെലിഫോട്ടോ സൂം ലെൻസ് വരുന്നുണ്ട്. 5x ടെലിഫോട്ടോ ആൻഡ് 4K 120 ഡോൾബി വിഷൻ റെക്കോർഡിംഗ് ചെയ്യാം. A18 Pro ആണ് ചിപ്സെറ്റ് വരുന്നത്. Type C USB 3 ആണ്. ന്യൂ 48 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറ, 2x ഫാസ്റ്റർ, 6.3 ആൻഡ് 6.9 ഇഞ്ച് Wi-Fi 7 ഇത്രയാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ആപ്പിൾ ഇവൻറ്റിൻ്റെ ഓവറോൾ വ്യൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളിത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഓരോ ന്യൂ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം റെക്ടിഫൈ ചെയ്ത് പതിയെ കൊണ്ടുവരാം. സോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.